മനനശിഖരത്തിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. വലിയ നോമ്പിൻ്റെ കാലഘട്ടത്തിലൂടെയാണല്ലോ നാം കടന്നു പോകുന്നത്. ഇന്നത്തെ ധ്യാന ചിന്തയ്ക്കുള്ള വിഷയം ദ വേർഡ് ദാറ്റ് എൻലിവൻസ് എന്നതാണ്. അതായത് പുതുജീവൻ, പുതുചൈതന്യം പകരുന്ന വചനം. ഇതിനാധാരമായി തെരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 50 മുതൽ 56 വരെയുള്ള വാക്യങ്ങളാണ്. യായിറോസിൻ്റെ ഏകജാതയായ മകളെ ഉയർത്തെഴുന്നേൽപ്പിച്ച സംഭവം വേദപുസ്തക ചരിത്രത്തിൽ നാം കാണുന്നു. സിനഗോഗ് അധികാരിയും പള്ളിപ്രമാണിയുമായ യായിറോസ് തന്നെ മറന്ന് യേശുവിൻ്റെ കാൽക്കൽ വീണ് മകൾ മരണാസന്നയാകൊണ്ട് വീട്ടിൽ വരേണം എന്ന് കേണ് അപേക്ഷിക്കുകയാണ്. യായിറോസ് യഹൂദരുടെ ഒരു ആത്മീയ നേതാവാണ്. അതുകൊണ്ട് തന്നെ ഈ യായിറോസ് യേശുവിനെ സമീപിക്കുന്നത് ഒരു വെല്ലുവിളിയും കൂടിയാണ്. ഈ യായിറോസിൻ്റെ പ്രത്യേകതകളും യായിറോസിൽ നമുക്ക് കാണാൻ കഴിയുന്ന ചില സവിശേഷതകളും നമുക്ക് ചിന്തിക്കാം. ഒന്ന്, യേശുവിലുള്ള അചഞ്ചലമായ വിശ്വാസം. നാം എവിടെ ഏത് അവസ്ഥയിലായിരുന്നാലും നമ്മെ സ്വീകരിക്കുവാനുള്ള യേശുവിൻ്റെ മനസ്സും മറ്റുള്ളവരുടെ ജീവിതാനുഭവങ്ങളിൽ പ്രവർത്തിക്കുവാനുള്ള യേശുവിൻ്റെ ശക്തിയും, ഇവ രണ്ടുമാണ് നമ്മെ യേശുവിൽ വിശ്വസിക്കുവാൻ പ്രേരിപ്പിക്കുന്നതും പ്രോത്സാഹിപ്പിക്കുന്നതും. രക്തസ്രവക്കാരിക്ക് ലഭിച്ച സൗഖ്യം തൻ്റെ മകൾക്കും ലഭിക്കും എന്ന ഉറച്ച വിശ്വാസവും ചിന്തയുമാണ് യായിറോസിനുള്ളത്. പ്രിയപ്പെട്ട മകളെക്കുറിച്ചുള്ള ഭയം, ദുഃഖം ഇത് ന്യായമാണ് എങ്കിലും തന്നിൽ വിശ്വസിക്കുന്നത് ആവശ്യമെന്നാണ് യേശു നമ്മോട് പറയുന്നത്. 2, ഏത് തടസ്സങ്ങളെയും തരണം ചെയ്യുവാൻ യായിറോസിന് കഴിയുന്നു. തൻ്റെ അചഞ്ചലമായ വിശ്വാസം കൊണ്ട് തന്നെയാണ് ഈ തടസ്സങ്ങളെ അഭിമുഖീകരിക്കുവാൻ യായിറോസിന് സാധിക്കുന്നത്. എന്തൊക്കെയായിരുന്നു യായിറോസിനുണ്ടായ തടസ്സങ്ങൾ? റബ്ബിമാരും മറ്റുള്ളവരും എന്ത് തന്നെപ്പറ്റി വിചാരിക്കും? തൻ്റേതായ ചില അഭിമാന പ്രശ്നങ്ങൾ. അതിനിടെ രക്തസ്രാവക്കാരി യേശുവിനെ തടസ്സപ്പെടുത്തുന്നു. മകളുടെ മരണത്തിൽ അലമുറയിടുന്ന കുടുംബാംഗങ്ങൾ. ഇതെല്ലാം യായിറോസിൻ്റെ മുന്നിൽ തടസ്സങ്ങളായിരുന്നു. എന്നാൽ ഈ പരീക്ഷണങ്ങളെയും തടസ്സങ്ങളെയും ഒക്കെ തൻ്റെ വിശ്വാസം കൊണ്ട് അതിജീവിക്കുന്നതായി നമുക്ക് കാണാം. യാക്കോബ് എഴുതിയ ലേഖനം 1-ാം അധ്യായം 12-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കുന്നു. 3-ാമതായി പുതു ജീവൻ നൽകുന്ന വചനം. യായിറോസിൻ്റെ മകൾ മരിച്ചുപോയി എന്ന് ഒരാൾ വന്ന് പറയുമ്പോൾ ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന് യേശു ധൈര്യപ്പെടുത്തുന്നു. മരണത്തിന്മേൽ അധികാരമുള്ളവൻ അവളെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നു. ഇവിടെ മരണം, അന്ധകാരം എന്നിവ ഇന്നിൻ്റെ സാഹചര്യങ്ങളെ സൂചിപ്പിക്കുന്നവയാണ്. മരണവും അന്ധകാരവും നിറഞ്ഞ ലോകത്ത് പുതുജീവൻ പകരുന്ന വചനം നമുക്ക് ആശ്വാസവും പ്രത്യാശയും നൽകുകയാണ്. സദൃശ്യവാക്യങ്ങൾ 3-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: മകനേ, എൻ്റെ ഉപദേശം മറക്കരുത്, നിന്റെ ഹൃദയം എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളട്ടെ. വചനം പ്രമാണിക്കുന്നവർക്ക് പുതുജീവനും ദീർഘായുസ്സും സമാധാനവും പകർന്നു തരും. സദൃശ്യവാക്യങ്ങൾ 3-ാം അധ്യായം 5-ാം വാക്യം: പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്.
പൗരസ്ത്യ വേദവിചാരത്തിൽ ആങ്കറിംഗ് ഗോഡ് എന്ന് പറയാറുണ്ട്. ദൈവത്തിൽ നങ്കൂരമിടുക, ദൈവവചനത്തിൽ നങ്കൂരമിടുക. അലറുന്ന കടലിൽ കപ്പൽ നഷ്ടപ്പെടാതിരിക്കാൻ നങ്കൂരമിടുന്ന സാഹചര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതേപോലെ അഴലേറുന്ന ജീവിത സാഹചര്യങ്ങളിൽ ദൈവവചനത്തിൽ നങ്കൂരമിട്ട് പുതുജീവൻ പ്രാപിക്കാനായി കഴിയണം. ഈ നോമ്പുകൾ ഒന്നും തന്നെ ലോകത്തിൽ നിന്ന് നാം അന്യരാകാനുള്ളതല്ല, മറിച്ച് ദൈവിക പദ്ധതിയിൽ നമ്മെ കൂടുതൽ അർപ്പണമുള്ളവരാക്കി മാറ്റുവാനാണ്. ചില ഭക്ഷണ പദാർത്ഥങ്ങളുടെ വർജനമല്ല നോമ്പ്. ആത്മനിയന്ത്രണത്തിലൂടെ മാനസിക സൗഖ്യത്തിനും ഭക്ഷണവർജനത്തിലൂടെ ശാരീരിക സൗഖ്യത്തിനും വചനധ്യാനത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും ജീവിതത്തിൻ്റെ പുതുക്കത്തിനും വെടിപ്പിനും ആയിത്തീരണം. നോമ്പ് എപ്പോഴും അലിയുവാനുള്ള ഒരു ക്ഷണമാണ്. നോമ്പ് നന്നായി അനുഷ്ഠിക്കുന്നവർക്ക് മാലാഖമാരുടെ ശോഭയും പറന്നുയരാനുള്ള ചിറകുകളും ലഭിക്കും. ജീവിതം തീർന്നുപോയി എന്ന് വിലപിക്കുന്നവരുടെ മധ്യത്തിലേക്ക് പ്രത്യാശയുടെ തിരുവചനം പ്രഘോഷിപ്പാൻ പുതുജീവൻ പകർന്നു നൽകാൻ നമുക്കാവണം. ഈ നോമ്പരിഷ്ഠാനം അർത്ഥവത്തായി തീരട്ടെ, അനുഗ്രഹപൂർണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ വഴി നടത്തുമാറാകട്ടെ. ആമേൻ.